വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 23 പലസ്തീനികൾ കൊല്ലപ്പെട്ടവരിൽ 7 പേർ കുട്ടികളായിരുന്നു. യമനിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഒരു മെസ്സേജിംഗ് ആപ്പ് വഴി ഒരു പത്രപ്രവർത്തകനുമായി പങ്കുവച്ചെന്ന വെളിപ്പെടുത്തലിനെ US പ്രതിരോധ സെക്രട്ടറി തള്ളിക്കളഞ്ഞു. ഇസ്താംബുൾ മേയറെ അറസ്റ്റ് ചെയ്തതിലുള്ള അതിശക്തമായ പ്രതിഷേധം തുർക്കിയെ പിടിച്ചുലക്കുന്നു. ഏകദേശം 1000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ബോംബിംഗിൽ 23 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഖാൻ യൂണിസിൽ നടന്ന ബോംബിംഗിൽ 6 കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹാമർ ടൗൺഷിപ്പിൽ നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗസയിൽ മറ്റൊരു ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ കിഴക്കൻ സിറ്റിയിൽ 2 സഹോദരങ്ങൾ കൊല്ലപ്പെട്ടതിൽ ഒരു ചെറിയ കുട്ടിയും ഉൾപ്പെടുന്നു. ദേർ അൽ ബലായിലും ബൈത്തുലാഹിയയിലും ഇസ്രായേലിന്റെ ബോംബിംഗിൽ അഗ്നി ആളിപ്പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 61,000 കവിഞ്ഞിരിക്കുന്നു. ഇതിൽ 11,000 ഫലസ്തീനികളുടെ ശവശരീരം തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതിനു ശേഷം ഗസയിൽ 700-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 1000-ലധികം ഫലസ്തീനികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇനിയും ഏറെയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ഗസ നഗരത്തിലുടനീളം ഇസ്രായേലി ആക്രമണങ്ങളും ശെൽവർഷങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. മൃതദേഹങ്ങൾക്കായി ആളുകൾ തിരച്ചിൽ തുടരുന്നു. ഒരു യുദ്ധത്തെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രം കേൾക്കുന്നതെല്ലാം ഭീതിതം. ജീവിതത്തിന്റെ ബാക്കി ഭാഗവും വേട്ടയാടപ്പെടുന്നു. തിരിച്ചു വന്നത് വീണ്ടും യുദ്ധത്തിന്റെ ആഘാതങ്ങളിലേക്കും ദുരിതത്തിലേക്കും. ഉറങ്ങുന്നവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ആദ്യം തങ്ങളുടെ മക്കളുണ്ടോ എന്ന് നോക്കുന്നു, ഭർത്താവും ഭാര്യയുമുണ്ടോ എന്ന് നോക്കുന്നു, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരതുന്നു. പലപ്പോഴും തണുത്തു മരവിച്ച നിസ്സഹായത അവരുടെ കൂടെ, കരയാൻ പോലും ശക്തിയില്ലാത്ത നിസ്സഹായത, അതിനെയാണ് യുദ്ധം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആയുധവും അംഗബലവും ഇല്ലാത്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നതിന് എങ്ങനെ യുദ്ധം എന്ന് വിളിക്കാനാകും? ആ രാജ്യങ്ങളെ എങ്ങനെ ശക്തരെന്ന് വിശേഷിപ്പിക്കാനാവും? കുട്ടികളെയും സ്ത്രീകളെയും വേട്ടയാടുന്ന കാട്ടുനായ്ക്കൾ എന്നല്ലാതെ അവർക്ക് മറ്റൊരു പദവിയും നൽകാനാവില്ല. നിസ്സഹായതയുടെ മേൽ അധികാരം ഉറപ്പിക്കുന്നവർ. ഗസയിലെ ഓരോ മനുഷ്യനും ഒരു തരം മരവിച്ച ജീവിതത്തിലാണ്. ഒറ്റക്കാകുമ്പോഴും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ചുറ്റും അന്വേഷിക്കുന്നവർ. അവരാരും കൂടെയില്ലെന്ന് അറിയാമായിരുന്നിട്ടും അവരവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നവർ. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. ദൂരെയുള്ള ആൾക്കൂട്ടങ്ങളിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ മുഖം തേടി നടക്കുന്നവർ. യുദ്ധം വിദ്യാബോധത്തിൽ എത്തിച്ച ജീവച്ചാവങ്ങളായ കുറെ മനുഷ്യജീവികൾ. അവരുടെ നാടായി മാറിയിരിക്കുന്നു ഗസ. എന്നിട്ട് വെറുതെരാതെ കാട്ടുനായ്ക്കൾ വീണ്ടും വീണ്ടും വേട്ടയാടുന്നു. ഈ യുദ്ധം അവസാനിക്കുമെന്നും ഇതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മാഞ്ഞു പോകുമെന്നും അവർ ആശിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതം തങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ തകർന്ന വീടുകളിൽ നിന്നും കയ്യിൽ കിട്ടിയ വസ്തുക്കളുമായി അവർ ദൂരെ കൂടാരങ്ങളിലേക്ക് ചേക്കേറുകയാണ്. വീണ്ടും ഗസയിൽ മാധ്യമപ്രവർത്തകർ വാർത്തകൾ നെയ്തെടുക്കുന്നത് സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ടാണ്. കഴിഞ്ഞ ദിവസവും 2 മാധ്യമപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഒന്ന് അൽ ജസീറയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഹസാം സബത്തും മറ്റൊരാൾ പലസ്തീൻ TV ചാനലിന്റെ കറസ്പോണ്ടന്റ് മുഹമ്മദ് മൻസൂറും. ഒക്ടോബർ 7, 2020 ശേഷം ഗസയിൽ കൊല്ലപ്പെട്ടത് 200-ലധികം മാധ്യമപ്രവർത്തകരാണ്. അതേസമയം ഫലസ്തീൻ ഫിലിം ഡയറക്ടർ ബലാലിനെ ഇസ്രായേൽ സേന തടവിലാക്കി. ഒരു കൂട്ടം ഇസ്രായേലി കുടിയേറ്റക്കാർ അദ്ദേഹത്തിന്റെ വീട് കയറി ആക്രമിച്ചതിനു ശേഷമായിരുന്നു അദ്ദേഹത്തെ ഇസ്രായേൽ സേന തടവിലാക്കിയത്. അദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. വീണ്ടും യമനിൽ നിന്ന് ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ. യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ വരുന്ന ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞുവെങ്കിലും മിസൈൽ ഭാഗികമായി ഇസ്രായേൽ പതിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മിസൈലിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചതിൽ ജെറുസലമിന് പടിഞ്ഞാറുള്ള ഹാമിസ് ബീച്ചിലെ ഒരു ഫയർ സ്റ്റേഷൻ തകർന്നു എന്നാണ് റിപ്പോർട്ട്. ഗസയിൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഹൂത്തികൾ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അമേരിക്ക ഒരാഴ്ചയായി കനത്ത വ്യോമാക്രമണം നടത്തി വരികയാണ് യമനിൽ. ഇത്രയൊക്കെ ആക്രമണങ്ങൾ നടന്നിട്ടും പരിമിതമായ സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളുമുള്ള ഹൂത്തികൾ എങ്ങനെയാണ് ഇവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കൻ കപ്പലുകളെയും തുടരെ ആക്രമിക്കുന്നു എന്നതിൽ ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന രസകരമായ ഒരു വാർത്ത അമേരിക്കൻ മിലിറ്ററി ന്യൂസ് ചോർന്നു എന്നുള്ളതാണ്. യമനിൽ വ്യോമാക്രമണം നടത്താനുള്ള US സൈനിക പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ സിഗ്നൽ എന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു പത്രപ്രവർത്തകൻ ഈ വാർത്ത പങ്കുവച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്.
വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ ചേർത്തതായി അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് സമ്മതിച്ചു. വാർത്ത യഥാർത്ഥമാണെന്ന് വൈറ്റ് ഹൗസും സമ്മതിച്ചു. യമനിൽ മാർച്ച് 15 ശനിയാഴ്ച വീണ്ടും ബോംബാക്രമണം നടത്താൻ എടുത്ത തീരുമാനമായിരുന്നു ചോർന്നത്. ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്നും കപ്പലുകളെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞതായും പറയുന്നു. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ആക്രമണം നടത്താനിരിക്കുന്ന ലക്ഷ്യങ്ങൾ, സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിരുന്നതായി അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് വ്യക്തമാക്കി. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വൈറ്റ് ഹൗസിൽ ആർക്കും കയറി നിരങ്ങാമെന്ന അവസ്ഥയായിട്ടുണ്ട്. ഇസ്താംബുൾ മേയർ ഇക്രം ഇമാമുലുവിന്റെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തുടർച്ചയായി 6 രാത്രികളിൽ ഇസ്താംബുളിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ഗവൺമെന്റിന്റെ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടുന്നത്. പോലീസുകാരെ പ്രതിരോധിച്ചും ബാരിക്കേഡുകൾ തകർത്തും ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഒരു ദശാബ്ദത്തിനിടയിൽ ആദ്യമാണ് ഇത്രയും ശക്തമായ പ്രതിഷേധമെന്ന് പറയുന്നു. ജനങ്ങളുടെ പ്രതിരോധത്തിലും പ്രത്യാക്രമണത്തിലും 100-ലധികം പോലീസുകാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി 1,100-ലധികം പ്രതിഷേധക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു.